എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് +2 കെമിസ്ട്രിയിലെ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന ചാപ്റ്ററിലെ നോബൽ ഗ്യാസ് കോമ്പൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അപ്പൊ അതിൽ തന്നെ 18ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ് ആയ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ ഇത്രയും ആൾക്കാരില് സെനോണിന്റെ ചില കോമ്പൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് ചില കോമ്പൗണ്ടുകളുടെ പ്രിപ്പറേഷനും അതിന്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ ചില പ്രോപ്പർട്ടീസും മാത്രം. അപ്പൊ അതില് ആദ്യമായി ഒരു നോബൽ ഗ്യാസ് കോമ്പൗണ്ട് പ്രിപ്പയർ ചെയ്തത് നീൽ ബാർട്ട്ലെറ്റ് എന്ന സയന്റിസ്റ്റ് ആണ്. പുള്ളിക്കാരൻ പ്രിപ്പയർ ചെയ്ത നോബൽ ഗ്യാസ് കോമ്പൗണ്ടിന്റെ ഫോർമുല XCPTF6 എന്നാണ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് അതൊരു ഓൺബോർഡ് ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നോബൽ ഗ്യാസ് കോമ്പൗണ്ട് എന്നറിയപ്പെടുന്നത് XCPTF6 ആണ്. പ്ലാറ്റിനത്തിന്റെ ഒരു കോംപ്ലക്സ് ആയിട്ടാണ് അത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് സെനോണിന്റെ തന്നെ ഇഷ്ടംപോലെ കോമ്പൗണ്ടുകളുണ്ട്. അപ്പൊ അതിൽ പ്രശസ്തമായ ചില സെനോൺ കോമ്പൗണ്ടുകൾ XCF2, XCF4, XCF6 എന്നറിയപ്പെടുന്ന സെനോൺ ഫ്ലൂറൈഡ്സും അതുപോലെ തന്നെ XCOF2 എന്നും XCOF4 എന്നൊക്കെ അറിയപ്പെടുന്ന സെനോൺ ഓക്സി ഫ്ലൂറൈഡ്സും അതുപോലെ തന്നെ XCO3 എന്നറിയപ്പെടുന്ന സെനോൺ ഓക്സൈഡുകളെ പറ്റിയും അറിയണം. അപ്പോൾ സെനോണിന്റെ കോമ്പൗണ്ടുകൾ ഇപ്പൊ ആദ്യമായി സംസാരിച്ചത് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് നോബൽ ഗ്യാസ് കോമ്പൗണ്ടിന്റെ ഫോർമുല അറിയാം, XCPTF6 എന്നറിയാം. അത് പ്രിപ്പയർ ചെയ്ത ശാസ്ത്രജ്ഞന്റെ പേര് അറിയാം, നീൽ ബാർട്ട്ലെറ്റ് എന്ന് പറയാം. ഇനി സെനോൺ കോമ്പൗണ്ടുകൾ ക്ലാസിഫിക്കേഷൻ ചോദിച്ചാൽ നമുക്കറിയാം, മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സെനോൺ ഫ്ലൂറൈഡ്സ് എന്നും സെനോൺ ഓക്സി ഫ്ലൂറൈഡ്സ് എന്നും സെനോൺ ഓക്സൈഡ് എന്നും ക്ലാസിഫൈ ചെയ്യാം. സെനോൺ ഓക്സൈഡിന്റെ ഫോർമുല XCO3 ആണ്. സെനോൺ ഫ്ലൂറൈഡ്സിന്റെ ഫോർമുല XCF2, XCF4, XCF6 ആണ്. അതുപോലെ തന്നെ സെനോൺ ഓക്സി ഫ്ലൂറൈഡ്സിന്റെ ഫോർമുലകൾ XCOF4, XCOF2 ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ പ്രിപ്പറേഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് പ്രധാനമായും സെനോൺ ഫ്ലൂറൈഡ്സിന്റെ പ്രിപ്പറേഷൻ ആണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സെനോൺ ഫ്ലൂറൈഡ്സിന്റെ പ്രിപ്പറേഷൻ, അതായത് XCF2ന്റെയും XCF4ന്റെയും XCF6ന്റെയും പ്രിപ്പറേഷൻ ആണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതില് ശരിക്കും പറഞ്ഞ ഒരു ആവറേജ് സ്റ്റുഡന്റിന് പോലും അതിനകത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും, ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. XCF2 പ്രിപ്പയർ ചെയ്യാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ XCF2 ഡയറക്റ്റ് കോമ്പിനേഷൻ തന്നെയാണ്. Xc+F2 gives XCF2. ഓക്കെ, XCF4ന്റെ പ്രിപ്പറേഷൻ ചോദിച്ചാൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുതാം. Xc+2F2 gives XCF4 എന്ന് എഴുതാം. XCF6ന്റെ പ്രിപ്പറേഷൻ ചോദിച്ചാൽ Xc+3F2 gives XCF6 എന്ന് എഴുതാം. അപ്പൊ ഇത്രയും ശരിക്കും പറഞ്ഞ ഒരു ആവറേജ് സ്റ്റുഡന്റിന് പോലും ഈസി ആയിട്ട് എഴുതാം. ഡയറക്റ്റ് കോമ്പിനേഷനിലൂടെ സെനോൺ ഫ്ലൂറൈഡ്സ് പ്രിപ്പയർ ചെയ്യാം. XCF6 പ്രിപ്പയർ ചെയ്യണമെങ്കിൽ XCയുടെ കൂടെ 3F2 ചേർത്താൽ മതി എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ചില ടെമ്പറേച്ചറിന്റെ കാര്യം കൂടെ നമുക്ക് ഓർത്ത് വെക്കാനുണ്ട്. അതായത് ഒരു ടെമ്പറേച്ചർ ഒരു 673 കെൽവിൻ, അതും കൂടെ വേണമെങ്കിൽ നമുക്ക് ഓർമ്മിക്കാം. ഇവിടെ ഒരു 873 കെൽവിൻ, ഇവിടെ ഒരു 573 കെൽവിൻ. ഓക്കെ, അപ്പോൾ XCF2ന്റെ പ്രിപ്പറേഷൻ ചോദിച്ചാൽ നമ്മൾ ഈ ആ ടെമ്പറേച്ചറും കൂടെ ചേർത്തിട്ട് സ്റ്റേറ്റ്മെന്റ് മോഡിഫൈ ചെയ്ത് പഠിക്കാം. സെനോൺ റിയാക്ട്സ് വിത്ത് ഫ്ലൂറിൻ അറ്റ് 673 കെൽവിൻ ടു ഫോം XCF2 എന്ന് എഴുതാം. XCF4ന്റെ പ്രിപ്പറേഷൻ ചോദിച്ചാൽ ഇങ്ങനെ എഴുതാം. സെനോൺ റിയാക്ട്സ് വിത്ത് F2 അറ്റ് 873 കെൽവിൻ ടു ഫോം XCF4 എന്ന് എഴുതാം. XCF6ന്റെ പ്രിപ്പറേഷൻ ചോദിച്ചാൽ സെനോൺ റിയാക്ട്സ് വിത്ത് ഫ്ലൂറിൻ at 573 Kelvin to form XCF6 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇത് തീർന്നില്ല, നമുക്ക് വേണമെങ്കിൽ പ്രഷറിന്റെ കണ്ടീഷൻ കൂടെ കൊടുക്കാം.
ആ പ്രഷറിന്റെ കണ്ടീഷൻ ഇവിടെ ഒരു 1 അറ്റ്മോസ്ഫിയർ ആണ്. അതേസമയം ഇവിടെ ഒരു 7 അറ്റ്മോസ്ഫിയറോ 7 ബാർ എന്നോ പറയാം, അല്ലെങ്കിൽ ഇവിടെ ഒരു 70 അറ്റ്മോസ്ഫിയർ റേഞ്ചിലുള്ള വാല്യൂ ആണ്. 70 ബാർ എന്ന് എഴുതിയാൽ കുഴപ്പമില്ല. അപ്പോൾ ഒന്നുകൂടെ പരിഷ്കരിച്ച് നമുക്ക് സ്റ്റേറ്റ്മെന്റുകൾ പുതുക്കാം. Xenon reacts with fluorine at 673 Kelvin and 1 atmosphere pressure to form XeF2 എന്ന് പറയാം. ഇവിടെ XeF4 ന്റെ പ്രിപ്പറേഷൻ ചോദിച്ചാൽ Xenon reacts with fluorine at 873 Kelvin and 7 atmosphere pressure to form XeF6 എന്ന് എഴുതാം. അടുത്ത XeF4 എന്ന് എഴുതാം. XeF6 ന്റെ കാര്യം ചോദിച്ചാൽ ഇതുപോലെ Xenon reacts with fluorine at 573 Kelvin and 70 atmosphere pressure to form XeF6 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ ഇനി ഒന്നുകൂടെ വേണമെങ്കിൽ നമുക്ക് മോഡിഫൈ ചെയ്യാം. അതായത് ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ റിയാക്ഷൻ 2:1 റേഷ്യോയിലാണ്. 2:1, അതായത് 2 ലിറ്റർ സെനോണും 1 ലിറ്റർ ഫ്ലൂറിനും തമ്മിലുള്ള റിയാക്ഷൻ ആണ്. വേണമെങ്കിൽ അതും കൂടെ നമുക്ക് ചേർത്ത് പറയാം. അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ അത് 1:5 ആണ്. അതേസമയം ഇവിടെയാണെങ്കിൽ അത് 1:20 ആണ് റേഷ്യോ. അതായത് ഉദ്ദേശിക്കുന്നത് ഇവിടെ 1 ലിറ്റർ സെനോണും 20 ലിറ്റർ ഫ്ലൂറിനും കൂടെ റിയാക്ട് ചെയ്താണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രോഡക്റ്റ് കിട്ടുന്നത്. ഇവിടെ അതുപോലെ തന്നെ 1 ലിറ്റർ സെനോണും 5 ലിറ്റർ F2 ചേർന്നിട്ടാണ് XeF4 പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ 2 ലിറ്റർ അല്ലെങ്കിൽ എക്സസ് സെനോണും 1 ലിറ്റർ ഫ്ലൂറിനും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് XeF2 പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന പോയിന്റ് കൂടെ ചേർത്ത് നമുക്ക് പ്രിപ്പറേഷൻ റെഡിയാക്കാം. നമ്മുടെ സിലബസിൽ പറയുന്ന ഒരു പോയിന്റ് ആണ് സെനോൺ ഫ്ലൂറൈഡ്സിന്റെ പ്രിപ്പറേഷൻ. അപ്പൊ എങ്കിൽ ഫൈനലി നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. എങ്ങനെ XeF2 ഉണ്ടാക്കണം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് Xenon reacts with fluorine at 673 Kelvin and 1 atmosphere pressure in the ratio 2:1 to form XeF2 എന്ന് പറയാം. ഓക്കെ, XeF4 ന്റെ പ്രിപ്പറേഷൻ ഇതുപോലെ Xenon reacts with fluorine at 873 Kelvin and 7 atmosphere pressure in the ratio 1:5 to form XeF4 എന്ന് പറയാം. അതുപോലെ XeF6 ന്റെ പ്രിപ്പറേഷൻ ചോദിച്ചാൽ Xenon reacts with fluorine at 573 Kelvin and 70 atmosphere pressure in the ratio 1:20 to form XeF6 എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ആകപ്പാടെ പറഞ്ഞ കാര്യം ആദ്യം പറഞ്ഞത് ഫസ്റ്റ് നോബൽ ഗ്യാസ് കോമ്പൗണ്ടിന്റെ പേര് പഠിച്ചു, ഫോർമുല പഠിച്ചു, XePtF6 എന്ന് പഠിച്ചു. അത് പ്രിപ്പയർ ചെയ്ത ശാസ്ത്രജ്ഞന്റെ പേര് നീൽ ബാർട്ട്ലെറ്റ് ആണെന്ന് മനസ്സിലാക്കി. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് സെനോൺ കോമ്പൗണ്ടുകളുടെ ക്ലാസിഫിക്കേഷൻ ചോദിച്ചാൽ പറയേണ്ടത് 3ആയി ക്ലാസിഫൈ ചെയ്യാം. സെനോൺ ഫ്ലൂറൈഡ്സ് എന്നും, സെനോൺ ഓക്സി ഫ്ലൂറൈഡ്സ് എന്നും, സെനോൺ ഓക്സൈഡ് എന്നും. സെനോൺ ഫ്ലൂറൈഡിന് എക്സാമ്പിൾ ആയിട്ട് പഠിച്ചത് XeF2ഉം XeF4ഉം XeF6ഉം. സെനോൺ ഓക്സി ഫ്ലൂറൈഡ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് പഠിച്ചത് സെനോൺ XeOF2ഉം XeOF4ഉം. സെനോൺ ഓക്സൈഡിന് എക്സാമ്പിൾ ആയിട്ട് പഠിച്ചിരിക്കുന്നത് XeO3 ആണ്. ഓക്കെ, ആ ഭാഗം കഴിഞ്ഞു. അടുത്ത് നമ്മൾ സംസാരിച്ചത് സെനോൺ ഫ്ലൂറൈഡ്സിന്റെ പ്രിപ്പറേഷൻ ആണ്. XeF2 പ്രിപ്പയർ ചെയ്യാൻ അറിയാം, XeF4 പ്രിപ്പയർ ചെയ്യാൻ അറിയാം, അതുപോലെ തന്നെ XeF6 പ്രിപ്പയർ ചെയ്യാൻ അറിയാം. ആ റേഷ്യോ കൂടെ നമുക്ക് ഓർത്തു വെക്കണം. അപ്പൊ ഇനി അടുത്ത നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് സ്ട്രക്ചറുകളാണ്. ഇത്രയും ആൾക്കാരുടെ സ്ട്രക്ചർ ഒന്ന് വെച്ച് നോക്കാം. അതായത് XeF2 ന്റെ സ്ട്രക്ചർ വരയ്ക്കാൻ ആവശ്യപ്പെട്ടാൽ XeF2 വരച്ചു. ഇനി നമുക്കറിയാം സെനോൺ 18ാമത്തെ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 8 ഇലക്ട്രോൺസിൽ ഒന്നിവിടെയും ബോണ്ടിങ്ങിന് പോയി. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ബാക്കി 6 ഇലക്ട്രോൺസ് ഉണ്ട്. 6 ഇലക്ട്രോൺസ് ലോൺ പെയർ ആയിട്ട് അതിന്റെ കൂടെ കാണണം. ഓക്കെ, അപ്പോ XeF2 ന്റെ സ്ട്രക്ചർ നമ്മൾ വരച്ച് കഴിഞ്ഞു. അതുപോലെ XeF4 വരയ്ക്കാൻ പറഞ്ഞാൽ സെനോൺ വരച്ചു, 4 ഫ്ലൂറിൻ കാണിക്കാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെനോണിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 8 ഇലക്ട്രോൺസിൽ ഒന്നിവിടെ പോയിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള 4 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 4 ഇലക്ട്രോൺസ് 2 ലോൺ പെയർ ആയി കാണിക്കാം. ഓക്കെ, XeF6 കാണിച്ചാൽ XeF6 6 ഫ്ലൂറിൻ വരയ്ക്കാം. വരച്ചു. ഇനി സെനോണിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നമുക്കറിയാം ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ 8 ഇലക്ട്രോൺസ് ഉള്ളതിൽ 1 2 3 4 5 6 പോയിട്ടുണ്ട്. അപ്പൊ 6 പോയിട്ടുണ്ടെങ്കിൽ ബാക്കി 2 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 2 ഇലക്ട്രോൺസിനെ ലോൺ പെയർ ആയി ഇവിടെ എവിടെയെങ്കിലും കാണിക്കാം. ഓക്കെ,
ഇനി അടുത്തത് XeOF2 വരയ്ക്കാൻ പറഞ്ഞാൽ XeOF2 Xe ഡബിൾ ബോണ്ട് O F2. ഓക്കെ, ഇനി നമുക്കറിയാം സെനോണിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നമുക്ക് 8 ഇലക്ട്രോൺസ് ഉണ്ട്. അതിൽ 1, 2, 3, 4 പോയിട്ടുണ്ട്. അപ്പൊ ബാക്കി 4 ഇലക്ട്രോൺസ് ഉണ്ട്. 2 പേരായിട്ട് അതിനെ നമുക്ക് കാണിക്കാം. ഓക്കെ, XeOF4 Xe 4 ഫ്ലൂറിൻ ഒരു പ്ലെയിനിൽ കാണിച്ചു. ഇനി ഓക്സിജൻ ഉണ്ട്, ഓക്സിജൻ ഡബിൾ ബോണ്ട് ഓക്സിജൻ. ശരി, ഇനി അടുത്ത് നോക്കുമ്പോൾ സെനോണിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. അതിൽ 1 ഇവിടെ, 2 ഇവിടെ, 2 ഇവിടെ. ഓക്കെ, അപ്പൊ അങ്ങനെ 6 ഇലക്ട്രോൺസ് പോയിട്ടുണ്ട്. ബാക്കി ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, അതിന്റെ കൂടെ കാണിക്കാം. ഇനി അടുത്ത XeO3 3 ഓക്സിജൻ, ഒരെണ്ണം ഡബിൾ ബോണ്ട് ഓക്സിജൻ, വീണ്ടും ഒരെണ്ണം ഡബിൾ ബോണ്ട് ഓക്സിജൻ, വീണ്ടും ഒരെണ്ണം ഡബിൾ ബോണ്ട് ഓക്സിജൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെനോണിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. 8 ഇലക്ട്രോൺസിൽ 1, 2, 3, 4, 5, 6 പോയിട്ടുണ്ട്. ബാക്കി ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ അവിടെ കാണണം എന്ന് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ എന്നുള്ളത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഐറ്റം തന്നെയാണ്. സെനോൺ ഫ്ലൂറൈഡ്സിന്റെ സ്ട്രക്ചറും കൂടെ നമ്മൾ ഓർത്തു വെക്കണം. ഇനി സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞാൽ അതിന്റെ പേര് കൂടെ എഴുതിയിരിക്കണം. സ്ട്രക്ചർ മാത്രം വരച്ചാൽ പോലെ സ്ട്രക്ചറിന്റെ പേര് കൂടെ എഴുതണം. അപ്പൊ ഇത് കണ്ടാൽ തന്നെ അറിയാം ഇതൊരു ലീനിയർ ഷേപ്പുള്ള മോളിക്യൂളാണ്. അപ്പൊ ഇവിടെ എഴുതേണ്ട വാക്ക് ലീനിയർ ആണ്. അതേസമയം ഇവിടെയാണെങ്കിൽ സ്ക്വയർ ആണ്, പ്ലെയിൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സ്ക്വയർ പ്ലാനാർ ആണ്. ഇനി ഇവിടെ ലോൺ പെയർ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഒക്ടാഹെഡ്രൽ എന്ന് പറഞ്ഞേനെ. പക്ഷെ ലോൺ പെയർ വരുന്ന സമയത്ത് അവിടെ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ വരുന്നത് കൊണ്ട് ഒരു ഡിസ്റ്റോർഷൻ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഷേപ്പ് ചോദിച്ചാൽ അത് ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ എന്നാണ് പറയേണ്ടത്. ഇനി ഇത് നമുക്കറിയാം ഒരു ടി ഷേപ്പുള്ള മോളിക്യൂളാണ്. അത് കാണിച്ചു. ഇനി ഇവിടെ ഇത്രയും സ്ക്വയർ പ്ലാനാർ ആണ്. പക്ഷെ മുകളിലോട്ട് ഡബിൾ ബോണ്ട് ഓക്സിജൻ ഉള്ളത് കൊണ്ട് തന്നെ ഒരു പിരമിഡ് മുകളിലോട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സ്ക്വയർ പിരമിഡൽ ആണ്. ഓക്കെ, ഇനി ഇത് നോർമൽ പിരമിഡ് ആണ് അല്ലെങ്കിൽ പിരമിഡൽ ആണ്. ഓക്കെ, ശരി. അപ്പോൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ ഇന്ന് പറഞ്ഞത് സെനോൺ കോമ്പൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അതിൽ ആദ്യം സംസാരിച്ചത് ഫസ്റ്റ് നോബൽ ഗ്യാസ് കോമ്പൗണ്ട് ആണ്. XePtF6 എന്നൊരു കോമ്പൗണ്ട് ആണ്. അത് പ്രിപ്പയർ ചെയ്ത ശാസ്ത്രജ്ഞന്റെ പേര് നീൽ ബാർട്ട്ലെറ്റ് എന്നാണ്. അടുത്ത സെനോൺ കോമ്പൗണ്ടുകളുടെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. സെനോൺ ഫ്ലൂറൈഡ്സ് ആയ XeF2, XeF4, XeF6, സെനോൺ ഓക്സി ഫ്ലൂറൈഡ്സ് ആയ XeOF2, XeOF4, സെനോൺ ഓക്സൈഡ് ആയ XeO3. അത്രയും മനസ്സിലാക്കി. അപ്പൊ അതിനുശേഷം നമ്മൾ പറഞ്ഞത് XeF2ന്റെ പ്രിപ്പറേഷൻ, XeF4ന്റെ പ്രിപ്പറേഷൻ, XeF6ന്റെ പ്രിപ്പറേഷൻ. അതിനുശേഷം നമ്മൾ പറഞ്ഞത് സ്ട്രക്ചർ വരയ്ക്കാനാണ്. XeF2ന്റെ സ്ട്രക്ചർ ചോദിച്ചാൽ വരയ്ക്കാൻ പറഞ്ഞാലും വരച്ചതിന് ശേഷം ഈ പറഞ്ഞ പേര് കൂടെ എഴുതണം, ലീനിയർ. ഇവിടെ എഴുതേണ്ട വാക്ക് സ്ക്വയർ പ്ലാനാർ ആണ്. XeF4ന്, XeF6 ആണെങ്കിൽ അത് ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ എന്ന് എഴുതണം. അതേസമയം XeOF2 ആണെങ്കിൽ അത് ടി ഷേപ്പ് ആണ്. XeOF4 ആണെങ്കിൽ അത് സ്ക്വയർ പിരമിഡൽ ഷേപ്പ് ആണ്. അതേസമയം XeO3 ആണെങ്കിൽ അത് പിരമിഡൽ ഷേപ്പ് ആണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ ഇനി അവശേഷിക്കുന്ന ഒരു കാര്യം XeF6ന്റെ ഹൈഡ്രോളിസിസ് പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഈ XeF6ന്റെ പ്രത്യേകത, XeF6 ഹൈഡ്രോളിസിസ് ചെയ്യുന്ന സമയത്ത് പാർഷ്യൽ ഹൈഡ്രോളിസിസ് ആണെങ്കിൽ കിട്ടുന്നത് XeOF4 കിട്ടും പ്ലസ് HF. പിന്നെ അതുപോലെ തന്നെ കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് ആണെങ്കിൽ XeF6ന്റെ കൂടെ കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് നടത്തുന്ന സമയത്ത് നമുക്ക് XeO3 കിട്ടാറുണ്ട്. പിന്നെ ഇത് കൂടാതെ തന്നെ XeO2F2ഉം XeOF2ഉം ഒക്കെ പ്രോഡക്റ്റുകളായിട്ട് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സെനോണിന്റെ ഹൈഡ്രോളിസിസ് നടത്തുന്ന സമയത്ത് അതൊരു റിഡോക്സ് പ്രോസസ് അല്ല, കാരണം ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് ഒരിക്കലും വരാറില്ല എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ പ്രോപ്പർട്ടീസ് ആയിട്ട് നമ്മൾ സെനോൺ ഫ്ലൂറൈഡ്സിന്റെ പ്രോപ്പർട്ടി നോക്കുന്ന സമയത്ത് XeF6നെ ഹൈഡ്രോളിസിസ് സമയത്ത് നമുക്ക് XeO4 ഉണ്ടാക്കാം. അതുകൂടാതെ തന്നെ XeO2F2 എന്നറിയപ്പെടുന്ന കോമ്പൗണ്ട് വരുന്നുണ്ട്, XeOF2 വരുന്നുണ്ട്. അതുകൂടാതെ കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് ആണെങ്കിൽ അവിടെ XeO3യും പ്രോഡക്റ്റ് ആയിട്ട് വരുന്നുണ്ടെന്ന് ഓർമ്മിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോബൽ ഗ്യാസ് കോമ്പൗണ്ട് എന്ന സെക്ഷനിനകത്ത് നമുക്ക് സ്റ്റഡി ചെയ്യാനുള്ളതെന്ന് ഓർക്കുക.
അപ്പോൾ ഒന്നും കൂടെ അറേഞ്ച് ചെയ്യാം. നമ്മുടെ പുതിയ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ നോബിൾ ഗ്യാസ് കോമ്പൗണ്ട് ആണ്, പ്രത്യേകിച്ച് സെനോൺ കോമ്പൗണ്ടുകളെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതിലാദ്യം ഫസ്റ്റ് നോബിൾ ഗ്യാസ് കോമ്പൗണ്ട് XCPTF6, അതിനുശേഷം നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. അതിനുശേഷം നമ്മൾ പ്രിപ്പറേഷൻ പഠിച്ചു. XCF2ന്റെയും XCF4ന്റെയും XCF6ന്റെയും ആ റേഷ്യോ ഉൾപ്പെടെ പഠിച്ചു. അപ്പൊ അതിനുശേഷം നമ്മൾ സ്ട്രക്ചർ വരച്ചു. സ്ട്രക്ചർ വരയ്ക്കുന്ന സമയത്ത് അവിടെ സ്ട്രക്ചറിന്റെ പേര് കൂടെ എഴുതേണ്ടതുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ XCF6ന്റെ ഹൈഡ്രോളിസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെച്ചു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം.